ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവാം. നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴയില കൊണ്ടുള്ള ഒരു പലഹാരമാണ്. 4 മണി പലഹാരം. 4 മണിക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വാഴ റോബസ്റ്റിൻ്റെ വാഴയാണ് കേട്ടോ. റോബസ്റ്റിൻ്റെ വാഴയില ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അതിന് കയ്പൊന്നുമില്ല. നമ്മൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇല വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇരുന്നൊരു ഇല വെട്ടിയെടുക്കാം. നിൽക്കുന്ന നല്ല ഇല നോക്കി ഒന്ന് വെട്ടിയെടുക്കാം. നമ്മൾ വാഴയില മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കൊണ്ട് നമ്മൾ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് വലിയ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര, എന്നാലും നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. നമുക്ക് ഉരുക്കിയെടുക്കാം. നമുക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ ഉണ്ടെന്നത്, വലിയ നാളികേരത്തിൻ്റെ ഒരു മുറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ആദ്യം അങ്ങോട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും, ഒട്ടിപ്പിടിക്കും. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് പകുതി ആട്ടയും പകുതി നമ്മുടെ ഗോതമ്പ് പൊടിച്ചതിൻ്റെ പൊടിയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത്. അരിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് അടയാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മുറുക്കം പാടില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ മുറുക്കം വേണ്ട, നല്ല ലേശം ലൂസായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ആട്ട ഉണ്ടാവും, ഗോതമ്പുണ്ടാവും. എന്നിട്ട് അതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കുട്ടികൾക്ക് വരുമ്പം കടയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കണം. ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അവരാരോഗ്യത്തിന് നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര കെമിക്കൽ ചേർത്തിട്ടാണ് ഓരോന്നും വരുന്നത്. ഇത് നേരമില്ലെങ്കിൽ മാത്രം അവർക്ക് അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. കണ്ടോ, അത്ര ലൂസാവാനും പാടില്ല, കട്ടിയാവാനും പാടില്ല. ഈ ഒരു ലെവലിൽ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മളൊരു വാഴയില കഷ്ണം എടുത്തിട്ടുണ്ട്. വാഴയില എപ്പോഴും നല്ല വൃത്തിയായിട്ട്, ഉൾഭാഗം എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. ഒരു വെള്ള ഇതുപോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. ഈ പുറം ഭാഗം എന്ന് വെച്ചാൽ എപ്പോഴും അഴുക്കായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഉൾഭാഗത്ത് വെച്ച് നമ്മൾ പരത്തുന്നതായിരിക്കും നല്ലത്. മടക്കാനും നല്ലത് അതാണ്. അപ്പം നമുക്ക് പരത്തി തുടങ്ങാം. കുറേ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് വേണം പരത്താനായിട്ട്. ഇങ്ങനെ പരത്താനായിട്ട് നമുക്ക് ഇത്തിരി ലൂസായിട്ടിരിക്കണം, എന്നാലേ നമുക്കിങ്ങനെ പരത്താൻ പറ്റുള്ളൂ. നല്ല കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ അടക്കി പരത്തിയെടുക്കാനായിട്ട്. അപ്പം പെട്ടെന്ന് വെന്തും കിട്ടും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കട്ടി വന്നു കഴിഞ്ഞാൽ അട കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കണ്ടോ, നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ വിരലിൻ്റെ അടയാളം ഇങ്ങനെ പതിഞ്ഞ് കിടക്കണം. അപ്പം നല്ല നമ്മുടെ ഈ വയ്ക്കുന്ന ഫില്ലിങ് ഒന്നും ഒലിച്ചു പോവില്ല, ഇങ്ങനെ നിൽക്കും. കണ്ടോ, നല്ല കട്ടി കുറവിൽ ഇതേ ലെവലിൽ നമ്മൾക്ക് പരത്തിയെടുക്കണം. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിനകത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റാവും. അപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. നമുക്ക് എപ്പോഴും നെയ്യൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് കാരണം കൊണ്ട് ചേർക്കാത്തത്. കണ്ടോ, നമ്മളെല്ലാം ഒരു സ്പൂണാണ് നമ്മളിതിലിട്ടേക്കുന്നത്, നിറച്ചൊരു സ്പൂണ്. നമുക്ക് മടക്കി കൊടുക്കാം. മടക്കാം.
മടക്കിയിട്ട് നമ്മൾ ഈ 2 സൈഡുണ്ടല്ലേ, ഈ 2 സൈഡും മടക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് അമർത്തിക്കോളാം. അപ്പോൾ അതിൻ്റെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞ് കിട്ടും. ഇങ്ങനെ നമുക്ക് ഒരു മടക്ക്, അടുത്ത ഈ മടക്ക് ഇങ്ങനെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കാം കേട്ടോ. ഇങ്ങനെ മടക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഒരിക്കലും നമുക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയില്ല കേട്ടോ. ഇതുപോലെ മടക്കിയാൽ മതി. നമുക്ക് അടുത്ത ഇങ്ങനെ പരത്തി കൊടുക്കാം. അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലാതെ നമ്മൾ അറിയാത്ത കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അമ്മമാർക്കൊക്കെ അറിയാം, അമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാക്കി പരിചയമുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് അടുക്കളപ്പണി ഒന്നും അറിയാത്ത കുട്ടികളുണ്ട്, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഒന്നും കൂടെ പരത്തി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പോകണം, പെട്ടെന്ന് നമ്മുടെ കൈ ഇങ്ങനെ അങ്ങോട്ട് പോകണം. കൈ നന്നായിട്ട് നനച്ച് കൊടുക്കുക. സ്പീഡ് ഇപ്പം എത്ര ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അതൊക്കെ പരത്തിയാലും മതി. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഒരെണ്ണം കൂടി പരത്തി കൊടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് ആക്കണം. വെള്ളം കൈ നനച്ചിട്ട് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിപാടി തന്നെയാണിത്. എന്നാലും ഞാനൊന്ന് കാണിക്കുന്നു, കുറേ അറിയാത്തവർക്ക് പഠിക്കാമല്ലോ. നമ്മൾ നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ട്. ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്ക്. മധുരമൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് മാത്രം മധുരം ചേർക്കുക. പൊടി എടുക്കുമ്പോൾ നമ്മൾ എത്ര ആളുള്ളൂ നോക്കിയിട്ട് പൊടി എടുക്കുക. നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കാം. നമുക്കിനി മടക്കാം കേട്ടോ. അറിയാത്തവരാകുമ്പോൾ ഇലയൊന്ന് വാട്ടിയിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒടിഞ്ഞു പോകില്ലേ. ഇതുപോലെ അങ്ങനെ മടക്കി വെക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ഇതാകുമ്പോൾ അടുക്കി വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കില്ലേ, അതുപോലെ വേഗം വെന്ത് കിട്ടും. ഇങ്ങനെ വെച്ച് 2 വെച്ചാൽ മതി. 2 3 നമുക്ക് വയ്ക്കാം. 3 വെച്ച് നോക്കാം കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ്. നമുക്ക് വെച്ച് കൊടുക്കാം. അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതിൽ ഇനി ഒരു തട്ടിൽ കൂടെ നമുക്ക് വെക്കാനുണ്ട്. അടച്ചു കൊടുക്കാം. നമുക്ക് 2 കൂടെ ഉള്ളു. അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് എല്ലാ സ്ഥലത്തൂടെ ആവി കയറി വേഗം വെന്ത് കിട്ടും. അവിടെ എന്തായാലും നോക്കാം. നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടോ? ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.